സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും മോശം അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അലമ്പായി. അത് കഴിഞ്ഞ് കൂർക്കം വലിയോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്ന് ഫെബ്രുവരി 9 ഞാൻ പോവാൻ നിൽക്കുകയാണ്. ആദ്യമൊക്കെ കുറച്ച് സന്തോഷമുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ സന്തോഷമൊക്കെ ഇങ്ങനെ പയ്യെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളും വീട്ടുകാരുടെ ഒപ്പം ഇരുന്നിട്ട് പെട്ടെന്നിങ്ങനെ പോവാന്നൊക്കെ പറയുമ്പോൾ ഒരു വിമ്മിഷ്ടം. പിന്നെ ഞാൻ മുടി ഷോർട്ടാക്കി, മുടി നല്ല കുഴിച്ചില്ലേ, സോ മുടി വെട്ടി ഫ്രണ്ട്സിനൊക്കെ എല്ലാവരെയും കണ്ടു. അങ്ങനെ ഞാൻ പോവുകയാണ്. ഇപ്പോൾ ഗൈസ് ഞാൻ എയർപോർട്ടിലെത്തി. എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോയും അതുപോലെ എയർപോർട്ടിലുള്ള പോകുന്ന വീട്ടുകാരോട് യാത്ര പറയുന്ന വീഡിയോ ഒന്നും ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. കാരണം കരച്ചിലും ബഹളവും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഞാൻ സെക്യൂരിറ്റി ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ കയറി. ഇനി എനിക്ക് 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ഞാൻ ഇവിടെ ഇരിക്കണം. ഒരു കുന്തും അറിയില്ല. പിന്നെ എനിക്ക് ആരെങ്കിലുമൊക്കെ പരിചയപ്പെടണം എന്നുണ്ട്, പക്ഷേ എല്ലാ ഹിന്ദിക്കാരൊക്കെയാണ്. എല്ലാവരും നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കണം. അതിൻ്റെ അർത്ഥം ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഒറ്റയ്ക്ക് ഫ്ലൈറ്റ് കയറി വരാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കയറി പോയില്ലേ, അതുപോലെ ബാക്കി എല്ലാവരും നേരത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് മാത്രമാണ് ഒരു വെപ്രാളം. എന്തായാലും ഇപ്പം ഹാപ്പിയാണ്. കുറച്ച് മുന്നേ വരെ ഞാൻ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു. ശരിക്കും എന്താ പറയുക, ഇപ്പോൾ കൂട്ടിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കാം. ഇത് ശരിക്കും എനിക്ക് അങ്ങനെ ആരും ഇല്ല സംസാരിക്കാൻ. അങ്ങനെ മുംബൈ എത്തി. പിന്നെ മുംബൈയിൽ വന്നപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇംഗ്ലീഷിൽ അങ്ങനെ പറയില്ല. ഈ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ചെയ്യണ സമയത്ത് ഇംഗ്ലീഷ് ഇവരങ്ങനെ ഉപയോഗിക്കില്ല. ഹിന്ദി ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് ഒന്നും മനസ്സിലാവില്ല. അവർ ഹിന്ദി നമുക്ക് ഒരുവിധം മനസ്സിലാവും, പക്ഷേ ഇത് ശരിക്കും ഹിന്ദിക്കാർ നമ്മളോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാൻ കിട്ടില്ല. ഞാൻ ഇംഗ്ലീഷ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ ഹിന്ദിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഒരു പിടുത്തവുമില്ല. അവർ ചോദിച്ചത് ഞാൻ എല്ലാം ഓപ്പോസിറ്റായിട്ട് ആൻസറൊക്കെ പറഞ്ഞത്. എന്തോ അതെന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ UK ചെയ്തിട്ട് ഇമിഗ്രേഷൻ ഉണ്ട്. അതോടെ കഴിഞ്ഞാൽ സമാധാനം. ഇവിടെ ഇപ്പോൾ എന്തായാലും ഈ സംഭവം ഉണ്ട്, അതിൽ ഞാൻ പോയി റിസ്ക് എടുക്കണില്ല. എനിക്ക് നല്ല സമയമായതുകൊണ്ട് ഞാൻ എന്തായാലും അതിൽ പോകില്ല. കുറേ മിഠായി. അയ്യോ, ഇവിടെ പക്ഷേ ഒരു സാധനം വാങ്ങാൻ പാടില്ല. കത്തി അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചു. മുംബൈയിൽ നിന്നൊരു ജ്യൂസ് കുടിച്ചു. 260 രൂപ. എനിക്കപ്പോൾ മുംബൈയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചാൽ കത്തിയാണ്. കയ്യിൽ കുറച്ച് പൈസയുണ്ട്, അതും തീരും. അയ്യോ, ഞാൻ എങ്ങോട്ടാണ് പോണേ? എയർപ്ലെയിനിലേക്ക് കയറുന്ന സംഭവം എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അയ്യോ, അത് ഫസ്റ്റായിട്ട് മറ്റേ കൊച്ചിയിൽ നിന്ന് കയറല്ലേ, അപ്പോൾ എടുക്കാനൊന്നും പറ്റിയില്ല. ഇപ്പം മുംബൈ വന്നപ്പോൾ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് കാണാം. ഇപ്പം ഇവിടെ സമയം 5 മണി. മുംബൈ 5 മണി. ഞാൻ മുംബൈ എത്തി. എനിക്ക് ഒരു പിടുത്തമില്ല, എന്ത് കാട്ടണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഞാൻ ഉള്ളിൽ കയറി. എന്നിട്ട് ഉള്ളിൽ കയറിയപ്പോൾ അവിടെ എന്താ പറയുക, വെള്ളച്ചാട്ടം പോലെയൊക്കെ ഒരു സംഭവം. അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ടെൻഷനായിരുന്നു. മുംബൈ പാലക്കാട് വിട്ട് ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോകാത്ത ആൾ. അപ്പോൾ മുംബൈയിലെത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൺഫ്യൂഷൻ വരും, ടെൻഷൻ വരും, എല്ലാം വരും. അങ്ങനെ മുംബൈയിലെത്തി. അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ചെടികളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവിടെയല്ല നിൽക്കേണ്ടത് ശരിക്കും. അത് കഴിഞ്ഞിട്ടും അടുത്ത ഇഷ്ടംപോലെ പ്രോസസ്സില്ലേ. ഞാൻ എനിക്കൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ കൊച്ചിയിൽ നിന്ന് കയറുന്ന സമയത്ത് ഒരു ചേട്ടനടുത്ത് ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഗേറ്റ് നമ്പർ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചോദിച്ചിട്ട് ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു.
അങ്ങനെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ ഫ്ലൈറ്റ് അല്ല, വേറെ ഫ്ലൈറ്റിലാണ്. പുള്ളിക്കാണ്ട് അരമണിക്കൂറേ ഉള്ളൂ ടൈം, അതിനുള്ള ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ എന്നെ ഒരുവിധം എത്തേണ്ടടുത്തൊക്കെ എത്തിച്ച് പുള്ളി പോയി. പിന്നെ എനിക്ക് 8.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം ബ്രിട്ടീഷ് എയർവേസ് വരണമെങ്കിൽ. അപ്പം ഞാൻ എൻ്റെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല. 6 മണിക്കൂർ 8 മണിക്കൂറല്ലേ, നമ്മൾ 6 മണിക്കൂർ ആയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ. 8 മണിക്കൂറിൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ 2 മണിക്കൂർ എനിക്ക് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ പുറത്ത് പോയി ബാത്റൂമിലൊക്കെ പോയി. പിന്നെ ഉറക്കം ശരിക്കും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചുമ്മാ പെട്ടിയെടുത്ത് മടിയിൽ വെച്ച് ചുമ്മാ വെറുതെ ഒന്ന് കിടന്നു. ഒരു അരമണിക്കൂർ കിടന്നുറങ്ങി സമാധാനമായി. അതുവരെ ഒരുമാതിരി എന്താ പറയുക, ഒരു ടെൻഷനും എല്ലാം കൂടിയായിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫുൾ പവർ. അത് കഴിഞ്ഞ് എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ഉള്ളിൽ കയറി സ്കാൻ ചെയ്തപ്പോൾ വെൽക്കം കാവ്യ സജീവ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്രീനിൽ കാണിച്ചു. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഞാൻ വിചാരിച്ചു മറ്റേ അവിടെ കൊച്ചിയിലേ ഉണ്ടാവുള്ളൂ ഈ സെക്യൂരിറ്റി ചെക്കൊക്കെ എന്ന്. പക്ഷേ മുംബൈയിൽ വന്നപ്പോൾ ഇവിടെ ഇമിഗ്രേഷൻ ഇവരാണെങ്കിൽ അയ്യോ, ഞാൻ ഇംഗ്ലീഷിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇവർ ഹിന്ദി നമുക്ക് മനസ്സിലാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഹിന്ദിക്കാരന്മാർ ഹിന്ദി സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മിന്നില്ല. ഒരു ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടല്ലേ പറയുക. അപ്പോൾ മിലിറ്ററിക്കാരന്മാരാണെങ്കിലും ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവണില്ല. അപ്പം ഞാൻ സോറി ഇംഗ്ലീഷ് പ്ലീസ് പറയുന്നുണ്ട്. അവർ പക്ഷേ ഇംഗ്ലീഷാണ് അവർ ഇംഗ്ലീഷ് പറയുന്നുണ്ട്, പക്ഷെ അത് ഹിന്ദി സ്ലാങ്ങായിട്ട് എനിക്ക് മിന്നണില്ല എന്താന്ന്. എന്നിട്ട് എന്തൊക്കെയൊക്കെയോ ഞാൻ കാട്ടി. അവർ ചോദിച്ചു എന്താണ് ഇനി എന്തെങ്കിലും പെട്ടി വരാനുണ്ടോ അങ്ങനെ എന്തോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലയെന്നാ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് പെട്ടി വരാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കുറേ കുഴപ്പത്തിലായി. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറി കഴിഞ്ഞ് പിന്നെ കുഴപ്പമില്ല. പിന്നെ തപ്പി കണ്ടുപിടിക്കലാണ്. അത് ഭയങ്കര ഒരു രസമാണ്, എന്നാലും ഒരു രസമില്ലായ്കയുണ്ട്. തപ്പി കണ്ടുപിടിക്കൽ നമ്മൾ എല്ലാം മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, എന്നാലും അവരിങ്ങനെ ആരോ മാർക്കൊക്കെ ഇടില്ലേ, ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ കുഴപ്പമില്ല, എന്നാലും ഒരു രസം, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു രസം. കൊച്ചി വെച്ചൊരു സംഭവം ഉണ്ടായി. ഒരു മോശം അനുഭവം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് അലമ്പായി. ഞാൻ ഫ്ലൈറ്റിൽ ഉള്ളിൽ കയറിയിരുന്നു. എനിക്ക് വിൻഡോ സീറ്റല്ല, നടുക്കത്തെ സീറ്റാണ് കിട്ടിയത്. നടുക്ക് സീറ്റിൽ കയറിയിരുന്നു. അതിനുശേഷം എൻ്റെ വിൻഡോ സീറ്റിൻ്റെ അവിടെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചാടിക്കയറി ഇരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ മുൻകൂട്ടി പ്ലാൻ കൂട്ടി ഞാൻ അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ എത്തി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഒരു ചേട്ടൻ വന്നിരുന്നു. പുള്ളിക്കാരൻ മലയാളിയാണ്. ചേട്ടൻ വന്നിരുന്നു. എന്താ പറയുക, എനിക്ക് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഒരാളുടെ സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാവും. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെ ഇരുന്നു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പണ്ടാര ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതി എന്നായിരുന്നു. കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ ഭാഗ്യത്തിന് പുള്ളിക്കാരൻ ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് കൂർക്കം വലി അതിലപ്പുറം. ഇവർ അനൗൺസ്മെൻറ്റ് ചെയ്യാനടക്കം ഹിന്ദിയിലാണ്. അതാണ് സീൻ. എനിക്ക് കൊച്ചിയിൽ നിന്നിട്ട് അവർ ഇംഗ്ലീഷ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, ഇങ്ങനെ സ്പീക്കറിൽ ഇങ്ങനെ സൗണ്ടൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുന്ന് പറഞ്ഞ് സൗണ്ട് വെക്കില്ലേ, അതുമാതിരിയായിരുന്നു.